ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു പപ്പട തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല രുചികരമായ ഒരു തോരനാണ്. ചോറിനൊപ്പം കഴിക്കാനൊക്കെ ഈ ഒരു കൂട്ടാൻ തന്നെ മതിയാവും. അപ്പോൾ ആദ്യം നമുക്കിതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പപ്പടം വേണം. ഒരു 5 പപ്പടം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഇത് അരമുറിയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് എടുത്താൽ മതി. പിന്നെ ഇവിടെ കുറച്ച് കടുകും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ വേണം. ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് പപ്പടം നമുക്കൊന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് പപ്പടം ഒന്ന് വറുത്തെടുക്കാം. ഈ പപ്പടം നേരത്തെ പൊരിച്ച് വെച്ചതുണ്ടെങ്കിൽ നമുക്കത് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ നമ്മുടെ പപ്പടം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതേ പാനിൽ തന്നെ ബാക്കിയുള്ള എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഈ വറ്റൽമുളകിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില ചേർക്കാം. ഒപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി നമ്മൾ ഈ അരപ്പ് അരച്ചൊന്നും എടുക്കുന്നില്ല. കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ നന്നായി വഴറ്റിയെടുക്കാം.
അപ്പോൾ അരപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പപ്പടം ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ ഒരു കൂട്ടാൻ തന്നെ മതിയാവും നമുക്ക് ചോറുണ്ണാൻ. അത്രയ്ക്ക് രുചികരമാണ്. അപ്പോൾ നമ്മുടെ നല്ല രുചികരമായ പപ്പടത്തോരൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം പ്ലീസ്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്